തദ്ദേശ പോര്. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നിശബ്ദ പ്രചാരണ ദിനമായ ഇന്ന് അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. അതേസമയം ഒന്നാം ഘട്ടത്തിൽ 70.91% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആന്റണി ജിസ് ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആദ്യഘട്ട വോട്ടെടുപ്പിലെ പോളിംഗ് ശതമാനം എന്നുള്ളത്, അല്ലെങ്കിൽ അതിലുപരി പോളിംഗ് നടന്നിരിക്കുന്നു. മികച്ചൊരു പോളിംഗ് തന്നെ ഉണ്ടായി. ആ പോളിംഗ് ശതമാനം തന്നെ ഈ രണ്ടാം ഘട്ടത്തിലും ഉണ്ടാകും, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. എന്തൊക്കെയാണ് വിവരങ്ങൾ ആന്റണി? തീർച്ചയായും ഒന്നാം ഘട്ടം വിചാരിച്ചതുപോലെ അത്രയ്ക്ക് വന്നില്ല എന്നുള്ളതാണ്. ഭേദപ്പെട്ട ഒരു പോളിംഗ് എന്ന നിലയിൽ തന്നെയാണ് 70.91% ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് എന്ന് പറയുന്നത്. ഏതായാലും മുന്നണികളും സ്ഥാനാർത്ഥികളും ഒന്നും ആത്മവിശ്വാസം കൈവെടിയുന്നില്ല. ഈ പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഈ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടാകുന്നത് എറണാകുളം ജില്ലയിലാണ് എന്നുള്ളതാണ്. 74% ഇതാണ് അവിടെ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴയിലും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത്തവണ കുറവാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം പ്രതീക്ഷിച്ച വർധനവ് ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് വലിയൊരു മത്സരം അവിടെ നടക്കുകയാണ്. പ്രത്യേകിച്ച് BJP, കോൺഗ്രസ്, CPM എന്നീ ത്രികോണ മത്സരമാണ് ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം നടക്കുന്നത്. പക്ഷേ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിലും UDF-ഉം BJP-യും CPM-ഉം ഒന്നും അവിടെ ഒരു തരത്തിലുമുള്ള ആത്മവിശ്വാസവും കൈവെടിയുന്നില്ല. മറ്റു ജില്ലകളിലും അങ്ങനെ തന്നെയുള്ള പ്രതീക്ഷയിലാണ് ഒന്നാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾ ഉള്ളത്. എന്തായാലും ഇനി ഒരു ദിവസത്തിന്റെ കൂടി 2 ദിവസത്തിന്റെ കൂടി കാത്തിരിപ്പ് മാത്രമാണ് ഫലം അറിയാനുള്ളത്. 13-ാം തീയതിയാണ് വോട്ടെണ്ണൽ നടക്കുക. അതിനിടയിലാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോകുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലെ വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നത്. നാളെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 12,391 വാർഡുകളാണ് വിധി എഴുതുക. കണ്ണൂർ ജില്ലയിൽ നേരത്തെ 14 വാർഡുകളിൽ ഈ ആന്തൂരടക്കം എതിരില്ലാതെ CPIM തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ, ഈ 14 വാർഡ് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റിടങ്ങളിലൊക്കെ ശക്തമായ മത്സരം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷനിലടക്കം ഇത്തവണ CPIM വലിയ മത്സരത്തിന് തന്നെ, ശക്തമായ മത്സരത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. ഇത്തവണ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അവിടെ CPIM-ന്റെ ലക്ഷ്യം. അങ്ങനെ ശക്തമായ പോരാട്ടം തന്നെയാണ് വടക്കൻ കേരളത്തിലെ ഓരോ ജില്ലകളിലും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും ഇന്നലെ പരസ്യപ്രചാരണം അവസാനിച്ചു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. പരമാവധി വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ടുകൊണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു നീക്കമാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ ഇന്ന് നടത്തുക. അതുപോലെ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഇന്ന് തന്നെയാണ് നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ഇന്ന് നടക്കും. നാളെ രാവിലെയാണ് പോളിംഗ് ആരംഭിക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. കനത്ത സുരക്ഷ പലയിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രശ്നബാധിത ബൂത്തുകളടക്കം മലബാറിൽ വിവിധ ഇടങ്ങളിൽ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം കനത്ത സുരക്ഷയും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും ഈ കൊട്ടിക്കലാശത്തിനിടെ LDF-ഉം UDF-ഉം അതുപോലെ തന്നെയൊക്കെയുള്ള സംഘർഷങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായാലും കനത്ത സുരക്ഷ ഈ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ജില്ലകളിലടക്കം ഈ തെരഞ്ഞെടുപ്പിനോടടക്കം അനുബന്ധിച്ച് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ആകെ 2055 എണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ് എന്നുള്ളതാണ് ഈ 7 ജില്ലകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത്. 1025 എണ്ണം കണ്ണൂർ ജില്ലയിലാണ് ഈ പ്രശ്നബാധിത ബൂത്തുകൾ എന്നുള്ളതാണ്. 18,274 പോളിംഗ് സ്റ്റേഷനുകളുണ്ട് മൊത്തം. അതിൽ 2055 എണ്ണവും പ്രശ്നബാധിതമാണ്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ 1025 എണ്ണവും പ്രശ്നബാധിത ബൂത്തുകളാണ്. അപ്പോൾ ഇവിടെയെല്ലാം കർശന
കർശന സുരക്ഷ ഇക്കുറി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളും ബൂത്തുകളിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതായാലും വലിയ ഒരു പ്രചരണ കാലത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി തന്നെ വിവിധ ജില്ലകളിലേക്ക് എത്തി റാലികളിലടക്കം പങ്കെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. പ്രത്യേകിച്ച് കണ്ണൂരും അതുപോലെ തന്നെ തൃശ്ശൂരും അടക്കം വിവിധ ജില്ലകളിൽ മുഖ്യമന്ത്രി നേരിട്ട് എത്തി അവിടെ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ മുഖ്യമന്ത്രി തന്നെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് കണ്ടു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളും BJPയുടെ നേതാക്കളും ഒക്കെ പ്രചരണ രംഗത്ത് സജീവമായി തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയൊക്കെ വളരെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം BJP ഭരിക്കുന്ന രണ്ടാമത്തെ രണ്ട് നഗരസഭകളാണ് BJPയുടെ ഭരണത്തിലുള്ളത്. ഒന്ന് പന്തളവും ഒന്ന് പാലക്കാടും. ആ പാലക്കാടും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവിടെ BJPയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം BJPയുടെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പാലക്കാടിനെ സംബന്ധിച്ച് തൃശ്ശൂരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് BJPയും കോൺഗ്രസും UDFും ഒക്കെ CPIയും ഒക്കെ ഉള്ളത്. അങ്ങനെ എല്ലായിടത്തും ശ്രദ്ധേയമായ മത്സരമാണ് നടക്കുന്നത്. ഏതായാലും കനത്ത സുരക്ഷ തന്നെ പോളിംഗിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നു. ഏതായാലും ഇന്ന് നിശബ്ദ പ്രചരണം തന്നെയാണ് നടക്കുക. രാവിലെ മുതൽ തന്നെ വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ട് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കടക്കും. ശ്രീ ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ്. അതിനേക്കാൾ ഉപരി കൂടുതൽ പേർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് മുന്നണികൾ. ഭേദപ്പെട്ട പോളിംഗ് എന്നുള്ളത് തന്നെ പറയാൻ സാധിക്കൂ. ഇത്തവണ എന്തായാലും എറണാകുളമാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു ജില്ല. രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പും അധികൃതരും തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം സ്ഥാനാർത്ഥികളും നിശബ്ദ പ്രചാരണവുമായി തങ്ങളുടെ ബാലറ്റ് പെട്ടിയിലെ തങ്ങൾക്കായുള്ള അവസാന വോട്ട് ഉറപ്പിക്കാനായുള്ള നിശബ്ദ പ്രചരണത്തിൽ കൂടിയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. ജോസഫ് കാസർഗോഡ് നിന്ന് ജോസഫ് ചേരുന്നു. ജോസഫ്, ഈ ആദ്യത്തെ 7 ജില്ല, അതായത് തെക്ക് തൊട്ട് മധ്യ കേരളം വരെയുള്ള 7 ജില്ലകളിൽ ഭേദപ്പെട്ട പോളിംഗ് എന്നുള്ളതാണ് കാസർഗോഡിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വടക്കൻ ജില്ലകളെ സംബന്ധിച്ച് പോളിംഗ് ഉയരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? എന്തൊക്കെയാണ് അറിയുന്നത് ജോസഫ്? വടക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ഉയരുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ 70% മേലെ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനം ഇത്തവണ ഉയർത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് മുന്നണികൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ 38 ഗ്രാമപഞ്ചായത്തുകളും 3 മുനിസിപ്പാലിറ്റികളും 6 ബ്ലോക്ക് പഞ്ചായത്തും 1 ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ 48 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വാർഡുകളിൽ ആകെ 725 വാർഡുകളിലായി 1242 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നഗരസഭകളിൽ 120 വാർഡുകളിലേക്കായി 128 പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. മൊത്തം 11,12,190 വോട്ടർമാരാണ് ഇത്തരത്തിൽ വിധി നിർണ്ണയിക്കുക. ഇതിൽ 5,20,000-ലധികം പുരുഷന്മാരും 5,80,000-ലധികം വനിതകളുമുണ്ട്. 12 ട്രാൻസ്ജെൻഡേഴ്സും ജില്ലയിൽ വോട്ടർമാരായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാർ ഉള്ളതും ജില്ലയിൽ തന്നെയാണ്. ഇവരെ എല്ലാം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ മുന്നണികളും. ഈ വോട്ട് ഏറെ നിർണായകമാണ് എന്ന് തന്നെയാണ് എല്ലാ മുന്നണികളും കരുതുന്നത്. പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ് ജില്ല. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും നിർണായകമായ ഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രവാസികളെ അടക്കം നാട്ടിലെത്തിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. എന്തായാലും ഇന്ന് നിശബ്ദ പ്രചരണമാണ്. വീട് കയറിയും ആരാധനാലയങ്ങൾ കയറിയും ഒക്കെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ അവസാന വട്ട വോട്ട് പിടിക്കുന്ന ഒരു തിരക്കിലാണ്. എന്തായാലും ഇന്ന് 9 മണിയോടുകൂടി ബൂത്ത് സജ്ജീകരണത്തിനുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും. കാസർഗോഡ് കോളേജിലും അതുപോലെ തന്നെ നെഹ്റു കോളേജിലും മറ്റു സ്കൂളുകളിലുമായിട്ടാണ് ഇത്തരത്തിൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. എന്തായാലും ശക്തമായ പോരാട്ടമാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകുക. 3 മുന്നണികൾക്കും വ്യക്തമായ ആധിപത്യമുള്ള സ്ഥലം കൂടിയാണ് കാസർഗോഡ്. മഞ്ചേശ്വരം, ബദിയടുക്ക, മധൂർ ഭാഗങ്ങളിൽ BJPക്ക് ശക്തമായ ആധിപത്യമുള്ളപ്പോൾ കാസർഗോഡ് ടൗണും ചെങ്കളയും ചെർക്കളയും എല്ലാം മുസ്ലിം ലീഗിനും UDFിനും ആധിപത്യമുള്ള സ്ഥലമാണ്. കാഞ്ഞങ്ങാടും ചെറുവത്തൂരും ചീമേനിയും കയ്യൂരും ഒക്കെ ഇത്തരത്തിൽ
CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ പ്രദേശം കൂടിയാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ കനത്ത പോരാട്ടം നടക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരം തന്നെയാണ്. കഴിഞ്ഞ തവണ 7-7 എന്ന നിലയിലായിരുന്നു കക്ഷിനില ഉണ്ടായിരുന്ന. UDF-ന് 7-ഉം LDF-ന് 7-ഉം എന്ന നിലയിലായിരുന്നു. പിന്നീട് ഒരു സ്വതന്ത്രനായി ജയിച്ച ഒരാളുടെ പിന്തുണയോടുകൂടി LDF ഭരണം വീണ്ടെടുക്കുകയായിരുന്നു. അതിന്റെ മുമ്പത്തെ തവണയും കനത്ത പോരാട്ടമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്നിട്ടുള്ളത്. ഇത്തവണയും ആ സമാന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും ആകാംക്ഷഭരിതമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ളതാണ്. CPM-ന്റെ തുടർഭരണം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സീറ്റ് UDF തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. എന്തായാലും കാസർഗോഡ് ജില്ലാ തെരഞ്ഞെടുപ്പിന് അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോളിംഗ് സാമഗ്രികൾ 9 മണിയോടുകൂടി തന്നെ വിതരണം ചെയ്യുമെന്ന് തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ 11-ാം തീയതിയും വോട്ടർ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ 13-നും ജില്ലാ കളക്ടറായിട്ടുള്ള ഇമ്പശേഖരൻ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന 158 അംഗൻവാടികൾക്കും ഈ സെന്ററുകൾക്കും ഈ അവധി ബാധകമാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മത്സരം കടുക്കുക തന്നെ ചെയ്യും. എല്ലാ മുന്നണികൾക്കും ആ പ്രദേശങ്ങളിൽ വ്യക്തമായ ആധിപത്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് കാസർഗോഡ്. നിരവധി പഞ്ചായത്തുകളിലും മുസ്ലിം ലീഗ് ഭരിക്കുന്നുണ്ട്. ഈ ഭരണം തുടരാനാകുമോ? ഇവിടെയെല്ലാം മുഖ്യപ്രത്യക്ഷമായിട്ടുള്ള BJP-ക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ 39 സീറ്റുകളിൽ 20 സീറ്റുകളാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിനുള്ളത്. 23 സീറ്റുകളാണ് മുസ്ലിം ലീഗിനുള്ളത്. 7ഓളം വിമതർ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല 15 സീറ്റുകളോളം BJP-ക്ക് നിലവിലുണ്ട്. ഒരു പക്ഷേ ഈ വിമതർ വലിയ രീതിയിൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് BJP-ക്ക് അനുകൂലമായി തീരുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. CPM-ന് ഇവിടെ ഒരു സീറ്റ് മാത്രമാണുള്ളത്. എന്തായാലും ഏറെ നിർണായകമാണ് കാസർഗോഡ് നഗരസഭയിലെയും ഭരണം. കഴിഞ്ഞ കാലങ്ങളിലെ വികസന നേട്ടങ്ങൾ മുസ്ലിം ലീഗ് ഉയർത്തിക്കാട്ടുമ്പോൾ വികസനം മുരടിപ്പും അഴിമതിയും ചൂണ്ടിക്കാട്ടിയാണ് BJP വോട്ട് തേടിയിറങ്ങുന്നത്. എന്തായാലും കനത്ത പോരാട്ടമാണ് ഈ പ്രദേശങ്ങളിലെല്ലാം നടക്കുന്നത്. ബലാബല പോരാട്ടം നടക്കുന്ന പലയിടങ്ങളിലും ഏറെ നിർണായകമാകുക സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയൊക്കെ സ്വാധീനമാണ്. കാസർഗോഡ് ജില്ല അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. നിരവധി പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. കാസർഗോഡ് ടൗണിൽ ഇത്തരത്തിൽ ഇന്നലെ കൊട്ടിക്കലാശത്തിനുള്ള അനുമതിയെല്ലാം പോലീസ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസും സംവിധാനങ്ങളും എല്ലാം ഉള്ളത്. സമാധാനപരമായി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കേണ്ട ആവശ്യകതയെല്ലാം ഈ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിൽ കളക്ടർ സംസാരിച്ചിരുന്നതുമാണ്. അങ്ങനെ ഇത്തരത്തിൽ സമാധാനപൂർവ്വമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായി ഈ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും 11-ാം തീയതി രാവിലെ 7 മണി മുതൽ വോട്ട് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെയാണ് വോട്ട് ചെയ്യാനാകുന്നത്. 11 ലക്ഷം പേരാണ് ഈ ജനവിധി എഴുതുക. 46 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരിക്കും കാസർഗോഡ് ജില്ലയിൽ 11-ാം തീയതി ഉണ്ടാകുക. എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. കാളിദാസ്. ശരി, ജോസഫ് അഗസ്റ്റിനാണ് കാസർഗോഡിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാസർഗോഡിൻ്റെ ഒരു ചെറിയ ചിത്രം നൽകുകയായിരുന്നു. ജോസഫെ, തുടരുക. മറ്റൊരു വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും നാളെ വടക്കൻ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 2ാം ഘട്ട വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ അധികൃതരും സ്വീകരിച്ചു വരുന്നു. ശേഷം 13-നായി ഇതിൻ്റെ വിധിക്കായി അല്ലെങ്കിൽ ഇതിൻ്റെ ഫലത്തിനായി ഉള്ള കാത്തിരിപ്പും കൂടിയാണ്. പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ള പ്രതീക്ഷകൾ കൂടി 1ാം ഘട്ടത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരണമെന്നുള്ള പ്രതീക്ഷകൾ കൂടി പങ്കുവെക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും.